കേബേജ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചക്ക് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. എന്തായാലും ഇന്നത്തെ വീഡിയോ കേബേജിനെ കുറിച്ചാണ്. ഒരു കൈക്കൊണ്ടെങ്കിലും നല്ല എന്താ പറയുക, വളരെ സന്തോഷമായി. കുറേ തൈകളെയും കിട്ടിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കേബേജ് ഒട്ടും അറിയാതെ ഉണ്ടാക്കിയതാണെങ്കിലും തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ മനസ്സിലായി. വീഡിയോ കുറേയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്കത് അതിൻ്റെ ഒരു ഫുള്ളായിട്ട് അതിൻ്റെ ഒരു അറിവ് കിട്ടും. ഒരു കൈ കൊണ്ട് പിടിച്ചോളി. മേലെ 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 കൈയടിക്ക് ആനി കൈയടിക്ക്. കൈനും മേലെ വെച്ചിട്ട് കട്ട് ചെയ്യണതാണ് നല്ലത്. അത്രയും കൂടുതൽ തൈകൾ നമുക്ക് കിട്ടും. ഓരോ ഇലൻ്റെ അടിയിൽ നിന്നാണല്ലോ തൈകൾ വരുന്നത്. അപ്പം ആദ്യമൊക്കെ ആദ്യം എടുത്തതൊക്കെ കുറച്ച് അടിയിൽ നിന്നായിപ്പോയിനു കട്ട് ചെയ്തത്. ഇത് വിത്തിനായിട്ട് വെച്ചതാണ് കേട്ടോ. ഒരെണ്ണം 5 തൈകൾ വെച്ച് 4 എണ്ണം ഇപ്പോൾ വിളവെടുത്തു. അപ്പോൾ ഇതിനെ ഞാൻ വിത്ത് ഉണ്ടാക്കാനായിട്ട് കടുകിൻ്റെ പോലെയല്ല ഇതിൻ്റെ വിത്ത് നമുക്ക് പൊട്ടിച്ചു കൊടുത്തിട്ട് വിത്തൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ ഈ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പറ്റ ഇടിച്ച് വലിച്ചൊക്കെ എടുത്തത് തീരെ തൈ വന്നില്ല കേട്ടോ. അത് നമുക്ക് കാണാം. ഇതിനൊക്കെ തൈയൊക്കെ വരുന്നുണ്ട്. സൈഡൊക്കെ നമുക്ക് കുറച്ച് ഭാഗം വെച്ചിട്ട് ബാക്കിയുള്ള സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കോഴികൾക്കും പക്ഷികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ അല്ലേ ഈ ഇല. കോഴിത്തീറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുന്ന ബക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടും എടുക്കുക. തൈമ തട്ടാതെ. ചിലതിൻ്റെ കടിയിൽ തൈകളുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വൃത്തികേട് പോലെ അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പോട്ടിലാണല്ലോ ഇരിക്കുന്നത്. ഈ ഓരോ ഇലൻ്റെ ഉള്ളിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വലിച്ച് ഇതുപോലെ തൈ വരണമെങ്കിൽ ഇതാദ്യം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വലിച്ചെടുത്തപ്പോൾ അതിന് തൈകളൊന്നും വന്നില്ല കേട്ടോ. അതിൻ്റെ കുറ്റി മാത്രം നിൽക്കണുണ്ടില്ലേ. അപ്പോൾ അത് വലിയ ബോറായിപ്പോയി. കുറേ എണ്ണം നഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ കേബേജ് ഒരു വലിയ തേങ്ങ പൊളിച്ചത്ര ഉണ്ട്. നടുക്ക് കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ സലാഡിന് വേണ്ടിയിട്ടും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കാനും എടുത്തിട്ടുണ്ട്. സലാഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പച്ചക്ക് കഴിക്കാനാണ് എനിക്കിതിന് വിനാഗിരിയൊക്കെ ഒഴിക്കണേക്കാളും ഇഷ്ടമായിട്ട് തോന്നിയത്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലത് തന്നെയാണ്. എനിക്കിതിൽ കൂടുതൽ ഇതിന് നമ്മളെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൂനെന്ന് പറയും ഞാനിതിന് തണ്ട്. ഇതും കൂടി ഒന്ന് മണ്ണിൽ വെച്ച് നോക്കാം. കിട്ടുമെന്നറിയാലോ, തൈ വരുമെന്നറിയാലോ. ഒന്ന് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യേണ്ട ഇൻഷാ അല്ലാ. പിന്നെ പച്ചമുളകൊക്കെ ഇതിനെ നടുന്നതും തൈ ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കും ഇതൊക്കെ അറിയാത്തതല്ലേ, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു സന്തോഷമാണ് കേട്ടോ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് താളിക്കാലോ. മുളകിൻ്റെ ഇലയൊക്കെ കൂടുതൽ മുളകിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നുള്ളിയിട്ട് താളിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ചീരൻ്റെ ഇലയിലൊക്കെ കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കേബേജ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഇതിൽ കുറച്ച് സവാളയും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചക്ക് കഴിക്കാനാണ് എനിക്കിഷ്ടം തോന്നിയത്. ഈ ഉപ്പൊക്കെ ഇടുന്നതിനേക്കാളും നല്ലത്. പിന്നെ തോരൻ വെക്കാനായിട്ട് കുറച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തോരൻ വെച്ച് വെക്കാം. ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റിയതിൻ്റെ ശേഷം ചുവന്ന മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അത്യാവശ്യം വേവിട്ടിട്ട് അത് കടയിൽ നിന്നൊക്കെ വാങ്ങിയതിനേക്കാളും കുറച്ചും കൂടി സമയം എനിക്ക് തോന്നി വെന്തിട്ടാനായിട്ട് ഇങ്ങനെ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.